ഹലോ നമസ്കാരം, രഞ്ജിത്ത്. 3 ബിസിനസ് ഐഡിയകൾ, അതും ഹെൽത്ത് സെഗ്മെന്റിൽ. ഹെൽത്ത് നമുക്കറിയാം, ഒരു കാരണവശാലും ഒരു കാലഘട്ടത്തിലും പിന്നോട്ട് പോകാൻ സാധ്യതയില്ലാത്തൊരു സെഗ്മെന്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഹെൽത്ത് സെഗ്മെന്റിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന 3 ബിസിനസ് ഐഡിയകളാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ആദ്യത്തേത് ന്യൂട്രിജനോമിക്സ് കൺസൾട്ടിംഗ് ആണ്. ന്യൂട്രിജനോമിക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എന്നുള്ളത് ചിലപ്പോൾ പെട്ടെന്ന് തോന്നിയേക്കാം. വേറൊന്നുമല്ല, ഒരാളുടെ ജെനറ്റിക്സിനെ അസസ് ചെയ്തുകൊണ്ട് അയാൾക്ക് വേണ്ട തരത്തിലുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലേക്ക് അവർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കുകയും അയാളെ മെയിൻറ്റെയിൻ ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും അയാളുടെ ഹെൽത്തിനെ കണ്ടിന്യൂസ് ആയിട്ട് അപ് ടു ഡേറ്റ് ആക്കി നിർത്തുകയും ചെയ്യുന്ന പരിപാടിയാണ് ഈ ന്യൂട്രിജനോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂട്രിജനോമിക്സ് കൺസൾട്ടൻസിന് വലിയ സാധ്യതകളാണ് ഇനിയുള്ളത്. പ്രത്യേകിച്ചും കുറച്ച് പ്രീമിയം കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഈ ഒരു സർവീസിന് പ്ലേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ HNIസിന്, അതായത് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനും സെലിബ്രിറ്റീസിനും ഒക്കെ തീർച്ചയായിട്ടും ഈ പറയുന്ന ന്യൂട്രിജനോമിക്സ് എന്ന് പറയുന്ന സർവീസ് വളരെയധികം ആവശ്യമായിട്ട് വരും. വളരെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രീമിയം സർവീസ് ന്യൂട്രിജനോമിക്സ് കൺസൾട്ടിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് മെൻ്റൽ ഹെൽത്ത് വലിയൊരു ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുക. ഈ ഡിപ്രഷനിലേക്കൊക്കെ പോകാത്ത ആളുകൾ ഇപ്പോൾ ആക്ച്വലി കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും തളർന്നു പോകുന്ന ആളുകളെയാണ് കണ്ടിട്ടുള്ളത്. കാരണം അവർക്കൊരു സോഷ്യൽ ആയിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് അവരുടെ മെൻ്റൽ ഹെൽത്ത് വലിയ പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്റ്റഡീസ് തന്നെ പറയുന്നുണ്ട് 2030 ശേഷം വലിയ മരണകാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഐസൊലേഷനും ഡിപ്രഷനും ഒക്കെ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് മെൻ്റൽ ഹെൽത്തിനെ അഡ്രസ്സ് ചെയ്തേ പറ്റൂ. ഇത് VR തെറാപ്പി ഉപയോഗിച്ചുകൊണ്ട് സാധ്യമാണ്. അതായത് വിർച്വൽ റിയാലിറ്റി തെറാപ്പി ഉപയോഗിച്ചുകൊണ്ട് പല ഫോബിയാസിനെയും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. വിർച്വൽ റിയാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ചില ട്രിഗേഴ്സ് എന്തൊക്കെയാണ് നമ്മൾക്ക് ഈ ഫോബിയ ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട മറുമരുന്നുകളും അത്തരത്തിലുള്ള സിറ്റുവേഷൻസും സിനാരിയോസും ഉണ്ടാക്കുകയും കണ്ടീഷനിങ്ങിലൂടെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആക്ച്വലി നമുക്ക് ഒരു വലിയ തരത്തിലുള്ള മെൻ്റൽ ഹെൽത്ത് വിപ്ലവം തന്നെ VRലൂടെ, വിർച്വൽ റിയാലിറ്റിയിലൂടെ സാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിർച്വൽ റിയാലിറ്റി മെൻ്റൽ ഹെൽത്ത് ഹബ്ബുകൾക്ക് സാധ്യത ഏറുന്നുണ്ട്. തീർച്ചയായിട്ടും ആ തരത്തിൽ താല്പര്യമുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി, കാരണം അതിന് കുറേ ഡിവൈസസ് ആവശ്യമാണ്, അത്തരത്തിലുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അത്തരത്തിലുള്ള പ്ലാനുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ മുന്നോട്ട് പോകാം. ഏതെങ്കിലും തരത്തിൽ പ്ലാനുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കണക്ട് ചെയ്യാം. ഒപ്പം തന്നെ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ ആണ്. നമ്മൾ പണ്ട് കാലത്ത് എന്തെങ്കിലും രോഗം വന്ന് ഒരു മാർഗ്ഗവും ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ പലപ്പോഴും ഡോക്ടറെ കാണുന്നത്. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഹെൽത്ത് കെയർ നോക്കുകയും ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുകയും ചെയ്യുന്ന കോൺസെപ്റ്റ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടെങ്കിലും നമ്മളിതൊന്നും ചെയ്യില്ല. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടം വരെ പോകണമല്ലോ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളുടെ അടുത്തേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരാൾ വരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളിതിന് തയ്യാറാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽ സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, മൊബൈൽ ഹെൽത്ത് കെയർ, പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് മെഷർ ചെയ്യുകയും എല്ലാ വീക്കിലും നമ്മളിത് അപ്ഡേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്ന തരത്തിൽ ഒരു പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ സെറ്റപ്പ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇത്തരം ഐഡിയാസൊക്കെ ലോകത്തിലുള്ള എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നതല്ല. ചില പെർട്ടിക്കുലർ ടാർഗറ്റ് ഓഡിയൻസിനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ഇത് ടൗണുകളിൽ മാത്രമായിരിക്കും ആദ്യം സാധ്യമാവുക, പിന്നീട് വില്ലേജസിലേക്കും സാധ്യമാവും. ചില പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ മാത്രമായിരിക്കും ചിലപ്പോൾ സാധ്യമാവും. അപ്പോൾ ടാർഗറ്റ് ഓഡിയൻസിനെയൊക്കെ കൃത്യമായി ഡിഫൈൻ ചെയ്തുകൊണ്ട് വേണം ഇതിലൊക്കെ ഇറങ്ങാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട്, ഞാനിപ്പോൾ ഇതിൻ്റെയൊക്കെ ജസ്റ്റ് ഒരു ഗ്ലിംസ് മാത്രമേ തരുന്നുള്ളൂ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് അത് കൊള്ളാമല്ലോ എന്ന് ഒരു സ്പാർക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ചാടി ഇതിലേക്ക് ഇറങ്ങരുത്. കൃത്യമായിട്ടുള്ള ബഡ്ജറ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം. കാരണം ഓരോ പെർട്ടിക്കുലർ ബിസിനസ്സിനും ഓരോ ക്രിട്ടിക്കൽ ബഡ്ജറ്റ് ഉണ്ട്. ആ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ആ ബിസിനസ് വിജയിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയെടുത്ത് ആ ഒരു ക്യാപിറ്റൽ ഇൻഫ്ലോ ഉണ്ടെന്ന് ഉറപ്പാക്കിയതിനൊക്കെ ശേഷം വേണം ഈ ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 ബിസിനസ് ഐഡിയകളും എക്സൈറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും വിജയം തരാൻ സാധ്യതയുള്ള ബിസിനസ് ഐഡിയകളാണ്. താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ കണക്ട് ചെയ്യാം. കൂടുതൽ സപ്പോർട്ട് നമുക്ക് ചെയ്തു തരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.